നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഫെസിലിറ്റീസ് വെച്ചിട്ട് ഓട്ടിസം ഉണ്ടാവാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളെ ജനിക്കുന്നതിന് മുന്നേ അറിയാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ ഓട്ടിസം ഒറ്റ കാരണം കൊണ്ട് വരുന്ന ഒരു അസുഖമല്ല. ഒരുപാട് കാരണങ്ങളാണ് നമ്മൾ ഓട്ടിസത്തിന് പറയുക. അതായത് കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പം മദറിന് വരുന്ന ഇൻഫെക്ഷൻസോ, ഇപ്പം ഹൈ ഗ്രേഡ് ഫീവർ വരെ, ഇപ്പം പനി വന്നതുകൊണ്ട് വരണം എന്നല്ല, അങ്ങനെ ഒരുപാട് ഇപ്പം ആ സമയത്ത് വരുന്ന ഇപ്പം തൂക്കം കുറഞ്ഞ കുഞ്ഞ്, അല്ലെങ്കിൽ അമ്മമാർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാം. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ ഒരു കാരണമാവാം. ജനിക്കുന്ന സമയത്ത് നമ്മളുടെ ആവശ്യത്തിന് ഓക്സിജൻ ബ്രെയിനിന് കിട്ടാതെ, അത് ജനന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരു പ്രൊലോങ്ഡ് ലേബറൊക്കെയാണ് അത് അത് അങ്ങനത്തെ കുറേ കാരണങ്ങൾ അമ്മയിൽ നിന്നുള്ള ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളിൽ നിന്നുള്ള കാരണം അവരുടെ ഒരു ജനറ്റിക്, ഇപ്പം നമ്മൾ ഡൗൺ സിൻഡ്രോം അങ്ങനെയൊക്കെയുള്ള സിൻഡ്രോംസ് ജനറ്റിക്കായിട്ട് വരുന്നു. അതുപോലെ തന്നെ ജനറ്റിക്കായിട്ട് ഈ കുഞ്ഞിന് ഒരു കുറച്ച് ജീൻസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഓട്ടിസം വരാം. വേറെ കുറേ സിൻഡ്രോംസ്, ഇപ്പോൾ ഫ്രജൈൽ എക്സ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് സിൻഡ്രോംസിൻ്റെ അസോസിയേഷനായിട്ടും ഓട്ടിസം വരാം. അങ്ങനെ ഒരുപാട് തിയറികളാണ് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ബ്രെയിൻ കണക്ഷൻസ് ഇൻ ദീസ് ചിൽഡ്രൻ ആർ ഡിഫറെൻറ്റ്. അവരുടെ ബ്രെയിൻ കണക്ഷൻസ്, ബ്രെയിൻ സെൽസ് തമ്മിലുള്ള കണക്ഷൻസ് ഡിഫറെൻറ്റ്. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ, നമ്മളിപ്പോൾ ഒരു 5 വയസ്സുള്ള കുഞ്ഞ് ഒരു വീട്ടിൽ ചെല്ലുന്നു. സാധാരണഗതി നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. അവിടെ പോയാൽ ഒരു സെറ്റിയിൽ അടങ്ങിയിരിക്കണം. അങ്ങനെ നമ്മൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞ് ആ റൂമിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവന് ഇഷ്ടമുള്ള ഒരു സാധനത്തിലായിരിക്കും അവൻ്റെ ഫോക്കസ്. യൂഷ്വലി ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നതിനെക്കാളും ഒബ്ജക്ട്സിലായിരിക്കും. നമ്മുടെ ഒ പിയിൽ കയറി വരുമ്പോൾ അവർ നമ്മുടെ മുഖത്തല്ല, ഒ പിയിലിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നോക്കുക. സോ ഐ കോണ്ടാക്റ്റ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.